നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 2024 പ്രവാസികൾ വളരെ പ്രതീക്ഷയോടെയാണ് കടന്നിരിക്കുന്നത്. എന്നാൽ പ്രതീക്ഷകൾക്ക് ഈ വർഷം മങ്ങൽ ഏൽക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഒന്നാം ഘട്ട സ്വദേശിവത്കരണം വിജയകരമായി പൂർത്തിയാക്കിയ UAE ഈ വർഷം രണ്ടാം ഘട്ട സ്വദേശിവത്കരണത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ സ്ഥാപനങ്ങളിൽ സ്വദേശിവത്കരണത്തിന് ടാർഗറ്റ് നിശ്ചയിച്ച പദ്ധതി ശക്തമായി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം. 20 മുതൽ 49 ജീവനക്കാരുള്ള 14 പ്രത്യേക സാമ്പത്തിക മേഖലകളിലായി പ്രവർത്തിക്കുന്ന 12,000-ലധികം കമ്പനികൾക്ക് 2024-ലും 2025-ലും ഒരു UAE പൗരനെ വീതം നിയമിക്കണമെന്ന നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എമിറേറ്റൈസേഷൻ മന്ത്രാലയം അടുത്തിടെ സ്ഥാപനങ്ങൾക്ക് ഡിജിറ്റൽ സംവിധാനം വഴി ഈ അറിയിപ്പ് നൽകിക്കഴിഞ്ഞു. സമയബന്ധിതമായി ലക്ഷ്യം കൈവരിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കമ്മ്യൂണിക്കേഷനും ധനകാര്യവും അതുപോലെ ഇൻഷുറൻസും റിയൽ എസ്റ്റേറ്റും സാങ്കേതിക പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും സാമൂഹിക പ്രവർത്തനവും കലയും വിനോദവും അതുപോലെ തന്നെ ഖനനവും പരിവർത്തന വ്യവസായങ്ങളും നിർമ്മാണവും ഗതാഗതവും സംഭരണവും തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇതോടെ സ്വദേശിവത്കരണം ശക്തമാക്കും. IT, റിയൽ എസ്റ്റേറ്റ്, വിദ്യാഭ്യാസം, നിർമ്മാണം, ആരോഗ്യ സംരക്ഷണം എന്നിവ ഉൾപ്പെടെ 14 മേഖലകളിലെ 68 പ്രൊഫഷണൽ സാങ്കേതിക തസ്തികകളിലാണ് സ്വദേശിവത്കരണം കൊണ്ടുവരിക. നിലവിൽ 50 ജീവനക്കാരിൽ കൂടുതലുള്ള കമ്പനിയിൽ 2022 മുതൽ വർഷത്തിൽ 2% സ്വദേശിവത്കരണം നടപ്പാക്കണമെന്നാണ് നിയമം. 5 വർഷം കൊണ്ട് ഇത് 10%. സ്വകാര്യ സ്കൂളുകളിൽ ഈ വർഷം മുതൽ സ്വദേശിവത്കരണം നിർബന്ധമാക്കിയിട്ടുമുണ്ട്. എമിറേറ്റൈസേഷൻ ലക്ഷ്യങ്ങൾ വേഗത്തിൽ നിറവേറ്റാനും വർഷാവസാനത്തിന് മുൻപ് കാലതാമസം ഒഴിവാക്കാനും തീരുമാനത്തിന് വിധേയരായ കമ്പനികളോട് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എമിറേറ്റൈസേഷൻ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. വീഴ്ച വരുത്തുന്ന പക്ഷം 2024-ൽ നിയമിക്കാത്ത ഓരോ UAE പൗരനും 96,000 ദിർഹം വീതം ഈ കമ്പനികൾക്ക് പിഴ ചുമത്തും. 2025 ജനുവരി മുതൽ പിഴ ശേഖരിച്ചു തുടങ്ങും. അതേസമയം 2025 ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് 1,80,000 ദിർഹം പിഴയും ചുമത്തും. 2026 ജനുവരിയിൽ ഈ പിഴ ശേഖരിക്കും. മെഹ്റുമായി ധാരണയിലെത്തുന്ന കമ്പനികൾക്ക് അവരുടെ സംഭാവനകൾ തവണകളായി അടയ്ക്കാനും അനുവദിക്കും. സ്വദേശികൾക്കായി മാനവ വിഭവശേഷി സ്വദേശിവത്കരണ മന്ത്രാലയവും അതുപോലെ വിദ്യാഭ്യാസ മന്ത്രാലയവും നാഫിസും സംയുക്തമായി പരിശീലന പദ്ധതിക്ക് രൂപം നൽകി. യോഗ്യരായ സ്വദേശികൾക്ക് തൊഴിൽ പരിശീലനം നൽകിയ ശേഷമാകും നിയമനം. പുതുവർഷത്തിൽ ആരംഭിക്കുന്ന അധ്യാപക തസ്തികകളുടെ സ്വദേശിവത്കരണത്തിൽ 2024-ൽ മാത്രം 1000 പേർക്ക് നിയമനം നൽകുകയാണ് സർക്കാർ ലക്ഷ്യം. 2027 ആകുമ്പോഴേക്കും 4,000 സ്വദേശികളെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.